സ്വന്തമായിട്ട് ഒരു ചെറിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് അറിയേണ്ട ചില പൊടിക്കൈകളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കേട്ടോ. എനിക്കൊരു ചെറിയ ഓൺലൈൻ ബുട്ടിക് ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ മനസ്സിലാക്കി അല്ലെങ്കിൽ ഞാൻ കടന്നു പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ ഏത് ബിസിനസ് ആണെങ്കിലും നമുക്കൊരു മൂലധനം ആവശ്യമാണല്ലോ, ഒരു ക്യാപിറ്റൽ ഇൻകം വേണം. അപ്പൊ അത് ഇൻകം നമ്മൾ എത്രയാണെന്നുള്ള ആദ്യമേ നമ്മുടെ മനസ്സിൽ ഒരു എന്താ പറയുക, ഒരു ഐഡിയ വേണം കേട്ടോ. അത് നമ്മളൊരു ബുക്ക് എടുത്ത് അങ്ങനെയൊക്കെ തുടങ്ങാം. ഒരു ബുക്ക് എടുത്ത് അതിൽ എഴുതിയിട്ടിട്ട് നമ്മൾ ആ മൂലധനം എങ്ങനെയാണ് കണ്ടെത്തുന്നുള്ളൊരു സോഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ച മണി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ തുടങ്ങുന്നതായിരിക്കും. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ മൂലധനം കണ്ടെത്തുന്നത്. അപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഞാനൊരു ചെറിയ ബുട്ടിക് തുടങ്ങുകയാണെന്ന് വെച്ചോ, ഞാൻ 10,000 രൂപയ്ക്കാണ് ഓൺലൈൻ ബിസിനസ് തുടങ്ങുകയാണ്. 10,000 രൂപയ്ക്കാണ് ഡ്രസ് മെറ്റീരിയൽസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം, അതിൽ നിങ്ങളൊരു 5,000 രൂപയ്ക്ക് മെറ്റീരിയൽ എടുക്കുക. ബാക്കി 500 രൂപയ്ക്ക് പാക്കിംഗ് മെറ്റീരിയലിന് വേണ്ടി നമുക്ക് ചേർത്ത് വയ്ക്കാം. ബാക്കി 500 രൂപയ്ക്ക് നമ്മൾ അല്ലറ ചില്ലറ ചെലവ്, അതായത് നമ്മുടെ യാത്ര അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഞാനിത് ഒരു ഉദാഹരണം മാത്രമാണ് പറയുന്നത്. ബാക്കി ഒരു 4,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്കൊരു ക്യാപിറ്റൽ ഇൻകം ആയിട്ട്, അത് നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ചേക്കുന്ന ഒരു ഇൻകം ആയിട്ട് മാറ്റി വെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ബിസിനസ് ഒരിക്കലും ഇന്ന് നമ്മൾ ചെയ്ത് നാളെ വളരുന്ന ഒരു സംഭവമല്ല. അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം വളർന്നു വരുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ പാനിക് ആവും. നമ്മളൊരു സാധനം എടുത്ത് നമുക്ക് ചിലപ്പം അതിങ്ങനെ തന്നെ റിട്ടേൺ കിട്ടണമെന്നില്ല. അപ്പം നമ്മളൊരു അല്പം പൈസ അതിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ പറ്റും. വേണമെങ്കിൽ ഇപ്പം നമ്മൾ പാക്കിംഗ് മെറ്റീരിയൽ വാങ്ങിച്ചു, അപ്പം കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അതിനേക്കാളും ക്വാളിറ്റി നമ്മളുടെ കസ്റ്റമൈസ് ചെയ്ത ഒരു കാര്യം വേണമെന്ന് നമ്മൾ തോന്നുന്നത്. ഒരു കവർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റിൽ നിന്ന് എല്ലാവർക്കും ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുക. നമ്മുടെ ആ ഇൻകം, നമ്മുടെ ക്യാപിറ്റൽ ഇൻകം കുറച്ച് മാറ്റി വെച്ചിട്ടില്ലേ, അതിൽ നമുക്ക് ഉപകരിക്കാൻ പറ്റും. അപ്പോൾ ഒരു മൂലധനം വളരെ പ്രധാനമാണ്. അതിന് നിങ്ങൾക്കൊരു പ്ലാനിങ് അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെൻഡേഴ്സിനെ കണ്ടുപിടിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ തുണി കൊടുക്കുന്നെങ്കിൽ നമ്മൾ എടുത്ത് തുണി കൊടുക്കുമ്പോൾ ഹോൾസെയിലേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെ കണ്ടുപിടിക്കുക എന്നുള്ളത് അതിലൊരു ശ്രമകരമായ പണി തന്നെയാണ്. അതിന് നമുക്കൊരു റിസർച്ച് തന്നെ വേണ്ടി വരും. നമുക്ക് അടിപിടിന്ന് ഇപ്പോൾ ഒരാളടുത്ത് കണ്ട് അവിടെ പോയി എടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ലോക്കലായിട്ട് നമ്മുടെ അടുത്തുള്ള എവിടുന്ന് നമുക്ക് ലഭിക്കുമെന്ന് ആദ്യം നോക്കുക. അതായത് എല്ലാം എൻ്റെ അഭിപ്രായങ്ങളാണ്. നമുക്ക് ചെന്നെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടാവും അവിടെ. കാരണം നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ബിസിനസ് രംഗത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വരാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെന്ന് എന്താ പറയുക, ഒരു സ്കാമിൽ ഏർപ്പെടാതെ, ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് എടുക്കുന്നുണ്ടാവും, ഡൽഹിയിൽ നിന്ന് എടുക്കുന്നത്, ബോംബെയിൽ നിന്ന് എടുക്കുന്ന, ഇവിടെ നിന്നൊക്കെ നമ്മൾ തുണികൾ എടുക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഈ ഫീൽഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുകുഞ്ഞായിട്ട് തുടങ്ങിയാൽ മതി. അപ്പം ലോക്കൽ നമുക്ക് ഷോപ്സ് ഉണ്ടല്ലോ, അവിടെ ചെന്നിട്ട് ഈ ഹോൾസെയിലായിട്ട് വിൽക്കുന്ന, അപ്പം അവരോട് ഇടപെട്ടു ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കും. അപ്പം ചെറിയ മൂലധനത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ആ ചെറിയ മൂലധനം കൊണ്ട് നമ്മൾ ചെറിയ ഷോപ്പുകൾ, ഹോൾസെയിൽ ഷോപ്പുകളിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്യുന്നു. അതാണ് നമ്മളുടെ ഒരു വെൻഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേന് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഈ വെൻഡേഴ്സ് നമ്മൾ സാധനം എടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങളാണോ എടുക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. കാരണം ഇപ്പം സമ്മർ സീസൺ ആണ്. ഇപ്പം നമ്മൾ വിൻ്ററിന്, അതായത് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്തു വെച്ച് നമുക്ക് മൂവ് ആകില്ല. അപ്പം ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, പിന്നെ വിഷു വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈസ്റ്റർ വരുന്നുണ്ട്. അപ്പം അതിൽ എന്താണ് പോകുന്നത് അനുസരിച്ച് വെച്ചിട്ട് ഞാൻ ഡ്രസ് മെറ്റീരിയലിൻ്റെ കാര്യമാണ് പ്രത്യേകം പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങി വെച്ച് അത് മൂവ് ആവും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയുടെ ഒരു നിശ്ചയം നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു വില നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുക. ഇതേ തുണി വേറെ എവിടെയെങ്കിലും എങ്ങനെയാണ് കിടക്കുക. അപ്പം ഒരു വെൻഡറിൽ നിന്ന് മാത്രം നമ്മൾ സാധനം എടുക്കാതെ പല വെൻഡേഴ്സിനെ നമ്മളൊന്ന് താരതമ്യം ചെയ്തിട്ട് എടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ ക്വാളിറ്റി, രണ്ടാമത് ക്വാളിറ്റി വളരെ മുഖ്യമാണ്. പിന്നെ നമുക്കൊരു സാമ്പിൾ വാങ്ങി എടുക്കുന്നത് നന്നായിരിക്കും. ഇനി മാർക്കറ്റിൽ എന്താണ് കോമ്പറ്റന്റ് ആയിട്ട് നിൽക്കുന്ന ആ സാധനം എടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഓൾറെഡി ആ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞു കഴിഞ്ഞു. ഓൺലൈൻ നമ്മുടെ ഒരു ഷോപ്പാണെങ്കിൽ അതിന് ഡിജിറ്റൽ അല്ല, ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പ്ലാറ്റ്ഫോംസ് നമുക്ക് പ്രയോജനകരമായി ഉപയോഗിക്കാൻ പറ്റും. ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടാക്കാം, വെബ്സൈറ്റ് ഉണ്ടാക്കാം, പിന്നെ അതുപോലെ യൂട്യൂബ് ഉപയോഗിക്കാം, ഫേസ്ബുക്ക് ഉപയോഗിക്കാം. അപ്പം ഇതിലൊക്കെ കൂടെ നമ്മളുടെ റീച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ റെസ്പോണ്ട് കിട്ടുമെന്ന് വെയിറ്റ് ചെയ്യാതെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളുടെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ എടുക്കുമ്പോഴത്തേനും കുറച്ച് അപ്ഡേറ്റ് ചെയ്തെടുക്കുക. കാരണം നല്ല ലൈറ്റിങ്ങിലും നല്ലൊരു അന്തരീക്ഷത്തിൽ ഇപ്പം എല്ലാത്തിനും അതിനുള്ള എന്താ പറയുക, എഡിറ്റിങ്ങിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിനെല്ലാം നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ
അവൈലബിൾ ആണ്. അപ്പം കുറച്ചുകൂടി കാര്യം നമുക്ക് ഈസിയാണ് ശരിക്കും. അപ്പം അങ്ങനെയുള്ള കുറച്ചുകൂടി ഒരു അവയർനെസ് ആയിട്ടിരിക്കും. ഇതൊന്നും ഡിജിറ്റൽ മേഖലയൊന്നും എനിക്ക് വളരെ അറിയില്ല, പക്ഷെ ഞാനത് പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചെറുതായിട്ട് എഡിറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ പഠിച്ച് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചെയ്താലല്ലേ പറ്റും. നമ്മൾ കുറച്ച് നമ്മളുടെ അറിവുകൾ എപ്പോഴും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഏതൊരു മേഖലയിലേക്ക് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. എല്ലാ ദിവസവും നമുക്ക് ചിലപ്പം ഈ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് തന്നെ കാണിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് പല രീതിയിൽ അത് ചെയ്യാം. നിങ്ങൾ എങ്ങനെ അത് വാങ്ങി, എവിടെ ചെന്ന് വാങ്ങി, അല്ലെങ്കിൽ നിങ്ങൾ പാക്കിംഗ് ഏരിയ നിങ്ങൾക്ക് കാണിക്കാം, നിങ്ങൾക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട് കാണിക്കാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾക്കത് ചാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ തിങ്കളാഴ്ച നിങ്ങളൊരു പാക്കിംഗ് യൂണിറ്റാണ് കാണിക്കുന്നത്, അപ്പം ചൊവ്വാഴ്ച കഴിഞ്ഞ് നിങ്ങളൊരു മെറ്റീരിയൽ ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുകയാണ്. അതായത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിങ്ങൾ കാണിക്കുകയാണ് ഇത് ഈ പ്രൊഡക്റ്റ് ആണ്. അപ്പം നമ്മൾ അത് കസ്റ്റമേഴ്സ് കണ്ടു. അപ്പം നിരന്തരമായിട്ട് അവരുടെ നിങ്ങൾ മുഖം കാണണം. പിന്നെ ഫേസ് കാണിക്കുന്നത് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു ഇത് മാത്രം കാണിക്കാതെ അതിൻ്റെ ശരിയാണ്. പക്ഷെ ഇപ്പം നിങ്ങൾ ഒരു ആദ്യത്തെ ദിവസം നിങ്ങളുടെ പ്രൊഡക്റ്റ് കാണിച്ചു, രണ്ടാമത്തെ ദിവസം ഫേസോടുകൂടി നിങ്ങൾ പരിചയപ്പെടുത്തി, മൂന്നാമത്തെ ദിവസം നിങ്ങളത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം എന്തൊക്കെ തുണികളാണ് ഉള്ളത്. അപ്പോൾ അവർ നിരന്തരം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അവർ എവിടെയെങ്കിലും നിങ്ങളെ ഓർക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഡ്രസ്സ് കാണുമ്പോഴത്തേനും നിങ്ങളെ അവർ ഓർക്കാണ്ടിരിക്കില്ല. അപ്പം അടുത്ത ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് പോലെ കാണിക്കാം. അഞ്ചാമത്തെ ദിവസം നമുക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള അവരുടെ ഫീഡ്ബാക്ക് ഉള്ള ചിലപ്പോൾ മെസ്സേജസ് ആയിരിക്കും, അവർ അയച്ചു തന്നിട്ടുള്ള അവർ ഇട്ടിട്ടുള്ള ഡ്രസ്സിൻ്റെ ഫോട്ടോസ് ആയിരിക്കും, അല്ലെങ്കിൽ വീഡിയോസ് ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ എപ്പോഴും ബന്ധപ്പെട്ട് നിങ്ങളുടെ ആ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് എപ്പോഴും ആൾക്കാർ കാണുമ്പോഴത്തേന് അത് അവരുടെ മനസ്സിൽ തങ്ങും. പിന്നെ തുൾസ ത്രെഡ്സ് എന്നുള്ളതാണ് എൻ്റെ ഒരു ബ്രാൻഡിൻ്റെ പേര് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നിരന്തരം ഞാൻ വരുമ്പം ഞാൻ ഫേസ്ബുക്കിൽ ഇടാറുണ്ട്, യൂട്യൂബിൽ ഇടാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടാറുണ്ട്. അപ്പം എവിടെയെങ്കിലും ആ ഒരു പേര് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു സുപ്രഭാതത്തിലിട്ട് നാളെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു മേഖലയല്ല ഒരിക്കലും ബിസിനസ്. അപ്പം നമ്മൾ പേഷ്യൻസോടെ കാത്തിരിക്കുക. നമ്മൾ ഈ ഇടയ്ക്ക് ഭയങ്കര ഇതായിട്ട് കണ്ടില്ല സഞ്ജു സാംസൺ, നമ്മുടെ ക്രിക്കറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഥകളൊക്കെ അല്ലെങ്കിൽ അദ്ദേഹം കടന്നു വന്ന വഴികളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം അവർ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്, എത്രത്തോളം അവർ അതിൽ എന്താ പറയുക ഇതായിട്ടുണ്ടാവും, വേണ്ടാന്ന് വെച്ചിട്ട് ഗിവ് അപ്പ് ചെയ്യേണ്ട എത്രത്തോളം സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട ഹാർഡ് വർക്ക് ചെയ്ത് പിന്നെ മേളിലിരിക്കുന്ന ഒരാൾ അത് ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട് കേട്ടോ. മേളിലിരിക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹം നമ്മളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുകയാണെങ്കിൽ ഒന്നും കാണാതെ അല്ല എന്ന് വിശ്വസിക്കുന്ന ഞാനൊരാളാണ്. അപ്പം നമ്മൾ എടുക്കേണ്ട എഫേർട്ട് എടുക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യം നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്, അതനുസരിച്ച് നീങ്ങുക. പിന്നെ എന്നെ പലരും പറഞ്ഞു കേട്ടോ ചെറിയ പ്രോഫിറ്റ് മാത്രമേ ആദ്യം പ്രതീക്ഷിക്കാവുന്നുള്ളൂ. അത് രണ്ട് രീതിയിൽ എഫക്റ്റ് ചെയ്യും കേട്ടോ. ശരിയാണ്, ചെറിയ പ്രോഫിറ്റ് മാത്രമേ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം ആദ്യം തന്നെ നമുക്കൊരു വലിയ രീതിയിൽ ചിലപ്പം പ്രോഫിറ്റ് വന്നോണില്ല. പക്ഷെ നമ്മൾ വില ഇടുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ മനസ്സിലാക്കിയ രണ്ട് കാര്യങ്ങളാണ്. ഇപ്പം ചെറിയ വിലയാണെന്ന് വെച്ചു, അപ്പം ആൾക്കാർ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരു കൂട്ടം ആൾക്കാർ, ചെറിയ വില എപ്പോഴും നമ്മൾ ആകർഷിക്കുന്നതാണല്ലോ. ഇപ്പോൾ ഒരു ടോപ്പ് 299 രൂപ എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ ഡെയിലി വെയർസ് ഒക്കെ പെട്ടെന്ന് ആൾക്കാർ നമ്മളുടെ ഷോപ്പിലേക്ക് എത്തും. പക്ഷെ ആ സമയത്ത് തന്നെ ഇപ്പം ഞാൻ പറയാം നമുക്ക് 200 രൂപ അല്ലെങ്കിൽ ഒരു 400 രൂപ നമുക്ക് ചിലവായി നോക്കിയിട്ട് നമുക്ക് തുണി എടുക്കാനും അതിൻ്റെ സ്റ്റിച്ചിങ്ങിന് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരാനും സ്റ്റിച്ച്ഡ് വൺ കൊണ്ടുവരാനൊക്കെ ഒരു 400 രൂപ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു 400 അല്ലെങ്കിൽ ഒരു 500 രൂപയ്ക്കാണ് 100 രൂപ ലാഭം നിങ്ങൾ എടുക്കുന്നുണ്ടെന്ന് വെച്ചു. പക്ഷെ നിങ്ങൾ ആദ്യം വിറ്റ് തുടങ്ങിയത് 425 രൂപയ്ക്കാണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഒരു 10 പേര് നിങ്ങളിൽ ഇത് വന്ന് 425 രൂപയ്ക്ക് ഇത് വാങ്ങിപ്പോയാൽ അവർ വീണ്ടും പ്രതീക്ഷിക്കുന്ന 425 രൂപയ്ക്ക് നിങ്ങളുടെ കടയിൽ സാധനം ലഭിക്കും. പക്ഷെ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക പൈസ കൂട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ രണ്ട് തരം കാറ്റഗറി ആൾക്കാരുണ്ട്. പ്രീമിയം സാധനങ്ങൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഓൾറെഡി അവിടെ രജിസ്റ്റേർഡ് ആണ്, അവിടെ കിട്ടുന്നത് പ്രീമിയം സാധനങ്ങളാണ്. അതിന് 1000-ന് മേളിലോ 2000-ന് മേളിലോ 3000-ന് മേളിലോ ആയിരിക്കും വില. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രമേ അങ്ങോട്ട് ചെല്ലുള്ളൂ. അപ്പോൾ 299 രൂപയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ ചെറിയ വിലയിൽ വിൽക്കുന്നത്. ഇതിൻ്റെ ഇടത്തരം നിൽക്കുന്ന ആൾക്കാർ ചിലപ്പം നമ്മൾ കഷ്ടപ്പെടും, നമ്മുടെ പ്രോഫിറ്റ് ഒരിക്കലും വർദ്ധിക്കില്ല. അത് അങ്ങനെ തന്നെ കൺസിഡർ. കാരണം നമ്മളതിന് ചിലവ്
ചിലവാകുന്നത് 500 രൂപയാണെങ്കിൽ നമ്മൾ 550 രൂപയ്ക്ക് അത് വിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രയോ ചിലവാകുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങളൊരു സ്റ്റേബിളായിട്ട് വെക്കാൻ ശ്രമിക്കുക. ഇത്ര രൂപയാണെങ്കിൽ അത്ര രൂപ തന്നെ നിങ്ങൾ നഷ്ടം വരാത്ത രീതിയിൽ നിങ്ങളുടെ പ്രോഫിറ്റ് എടുത്തതിന് ശേഷം മാത്രമേ അത് വിൽക്കാവുള്ളൂ. അപ്പോൾ ആ വാങ്ങിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും നിങ്ങളുടെ കസ്റ്റമേഴ്സായിട്ട് വരുന്നത്. കാരണം അവർക്ക് ലഭിക്കുന്ന ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നത്. അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു അഡ്വൈസ് ആണ്. കാരണം നമ്മൾ ആദ്യം നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നമുക്ക് വില കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം പിന്നെ അവരുടെ മനസ്സിൽ എന്താ വരും, ഇപ്പം ഇവരുടെ ഇത് കടയിൽ വിലയായി, നേരത്തെ പോലെ അല്ല എന്നൊരു തോന്നൽ വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അപ്പോൾ അതിൻ്റെ രീതിയിൽ വേണം നിങ്ങളുടെ വില ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഏത് ബിസിനസ് ആയാലും നമുക്കൊരു പേഷ്യൻസ് വേണം. നമുക്ക് നമ്മൾ തുടങ്ങിയ ഉടനെ അതിനൊരു എന്താ പറയുക വലിയൊരു പറഞ്ഞിട്ടുള്ള ഒരു പ്രോഫിറ്റ് നമ്മൾ ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ അതിന് പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തുള്ളൂ. പിന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുമ്പോഴത്തേന് ഇപ്പം ഞാൻ വാട്സപ്പ് വഴിയാണ് നമ്മൾക്കൊരു കസ്റ്റമർ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നെങ്കിൽ നമ്മൾ ആലോചിച്ച് മാത്രം വേണം മറുപടി. എല്ലാവരും പറയും പെട്ടെന്ന് ഒരു മറുപടിയിലേക്ക് എത്തണം എന്ന് പറയാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു കണക്കിൽ നിന്ന് ഒരു കസ്റ്റമറുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ അവരെന്താണോ പറയുന്നത് ഒരു 2 സെക്കൻഡ് എടുത്ത് ആലോചിച്ചിട്ട് മറുപടി ഇടുക. ഡിലേ ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മറുപടി ഇടുമ്പോഴത്തേന് നമ്മൾ പൊളൈറ്റ് ആയിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണോ എന്ന്. കാരണം ഓരോ കസ്റ്റമേഴ്സ് നമ്മുടെ ഇടയിലേക്ക് വരുമ്പോഴത്തേന് ഒരു കസ്റ്റമറിനെ അല്ലെങ്കിൽ ഒരു സാധനം വിൽക്കുന്നതായിട്ടല്ല നമ്മൾ വിചാരിക്കേണ്ടത്. നമ്മളൊരു കസ്റ്റമർ നമ്മൾ നിരന്തരം നമ്മളോട് ബന്ധപ്പെടേണ്ടവരാണ്. അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ അവരോടുള്ള നമ്മളുടെ ഒരു എന്താ പറയുക ഒരു ബന്ധപ്പെടൽ അങ്ങനെ ആയിരിക്കണം. നമ്മൾ പലതരം ആൾക്കാരോടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്. ചിലപ്പോൾ അവർ മൂഡ് ഓഫ് ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ മൂഡ് ഓഫ് ആയിരിക്കും. പക്ഷെ നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ അത് വരാൻ പാടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് വേണം അവർക്ക് മറുപടി എഴുതുവാനും ക്ലാരിറ്റിയോടുകൂടെ മറുപടി എഴുതാനും ശ്രമിക്കുക. ചാടിക്കയറി ഒരു ബിസിനസ്സിലേക്ക് വരാതെ അത് എന്താണെന്നും അത് ഏതാണെന്നും നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നും ഒരു പ്ലാനിങ്ങോട് തന്നെ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നമ്മൾ സക്സസ് ആയിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം എന്താണ്, നമുക്ക് ഒരു മൂലധനം ആവശ്യമാണ്. അത് നമ്മളിൽ കൊക്കിൽ ഒതുങ്ങുന്നത് മാത്രം നമ്മൾ ചെയ്താൽ മതി. രണ്ടാമത് നമ്മളൊരു വെൻഡേഴ്സിനെ കണ്ടെത്തുന്നതിൽ വളരെയധികം ഇപ്പം ചിലർ വെൻഡേഴ്സിനെ കണ്ടെത്തുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുക നിങ്ങൾ എവിടെ നിന്നാണ് ഡ്രസ്സ് എടുത്തത്, നിങ്ങൾ എവിടെ നിന്നാണ് ചെയ്തത്. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഒരു കോപ്പി പേസ്റ്റ് ആവരുത്. അവരെന്ത് ചെയ്തോ അത് അവിടുന്ന് തന്നെ പോയി നമ്മൾ എടുത്തു വരിക എന്നുള്ളത് അങ്ങനെ ആവാണ്ട് അതെങ്ങനെ അവർ ചെയ്തു എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. എന്നിട്ട് നമ്മളുടെ ഒരു ബുദ്ധിയും ബോധമുണ്ട് അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇപ്പം ഭയങ്കര സ്കാമിങ്, ഇപ്പം നമ്മൾ ബാംഗ്ലൂർ, ഡൽഹി, ബോംബെ ഒക്കെ പോകുമ്പോൾ സ്കാമിങ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവരെങ്ങനെയാണ് തരണം ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ മറ്റുള്ളവരോട് നോക്കി പഠിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അവർ ചെയ്ത കാര്യങ്ങൾ അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് എത്രത്തോളം നമ്മളിലേക്ക് ആൾക്കാർ എത്തും എന്നുള്ളത് എനിക്കറിയില്ല. അതാ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേന് നമ്മളുടേതായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഇതേ മേഖലയിലാണ് കേട്ടോ, റാഫി മുഹമ്മദ്. അപ്പോൾ അദ്ദേഹം പറയാറുണ്ട് നമ്മൾ പുറത്തൊക്കെ പോയി ഡ്രസ്സ് എടുക്കുമ്പോൾ, അതായത് ബാംഗ്ലൂരിലും ബോംബെയിലൊക്കെ ചെല്ലുമ്പോഴത്തേന് പൈസയായിട്ട് കൊണ്ടുപോകാതെ ഡിജിറ്റലായിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പൈസയായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നത് വളരെ നന്നായിട്ട്. നമുക്കൊരു ഇതിനു വേണ്ടി മാത്രം അത് നമ്മൾ സെല്ല് ചെയ്ത് നമുക്ക് പൈസ കിട്ടണം, ഇത് മാത്രം അത് നമുക്കും കൂടെ ഒരു സന്തോഷം കിട്ടുന്ന കാര്യം വേണ്ടി ചെയ്യാം. അപ്പോൾ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് ഇറങ്ങുക. നമ്മൾ ഒരു സാധനം വാങ്ങിച്ച് സെല്ല് ചെയ്ത് പൈസ കിട്ടുന്നു എന്നുള്ളതാണെങ്കിൽ നമുക്കിത് അധികം നാളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ച് കഴിയുമ്പോൾ നമ്മളിതിൽ ബോറടിക്കും. പക്ഷെ നമ്മളൊരു ക്രിയേറ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണ്. ചിലർ പറയില്ലേ സാറ അവരുടെ ഐഡന്റിറ്റിയാണ് സെല് ചെയ്യുന്നത്, സൂഡിയോ അവരുടെ ഐഡന്റിറ്റിയാണ് സെല് ചെയ്യുന്നത്. നമുക്കറിയാം സൂഡിയോയിൽ ചെന്നാൽ എത്രത്തോളം ഉള്ള രൂപയുള്ള ഇതാണ് കിട്ടുന്നത്, എങ്ങനെയുള്ള ഡ്രസ്സാണ് കിട്ടുന്നത്. അപ്പോൾ അവരുടെ ഐഡന്റിറ്റി അവർക്കുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ ചെറിയതിൽ നിന്ന് വലുതിലേക്കാണല്ലോ വരും. നമ്മൾ സ്വപ്നം കാണുന്നത് നമുക്ക് വലുതിലേക്ക് എത്താം. പക്ഷെ ചെറുതിൽ നിന്ന് തുടക്കം ചെറുതായാലും നമ്മുടെ സ്വപ്നങ്ങൾ വലുതായിരിക്കണം. അപ്പം ഞാൻ എന്താണ് എൻ്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് കീപ്പ് ചെയ്യണം. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു മനസ്സിലുള്ള ആഗ്രഹമാണ് ഞാനൊരു ബൊട്ടിക്ക് തുടങ്ങിയാലും ഓൺലൈൻ ബിസിനസ് ആയാലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം. അതിൽ 1000-ൽ താഴ്ന്ന തുണിയിൽ എനിക്ക് കസ്റ്റമൈസ് ചെയ്ത് നൽകണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മൾ വരുന്ന ഇത് കാണുമ്പോഴത്തേനും ഒരേപോലത്തെ ഡ്രസ്സസ് എല്ലാവരും ഇട്ടേക്കുന്നത് കാണാം. പക്ഷെ അതല്ലാതെ നമുക്ക് കുക്കിൽ ഒതുങ്ങ പോലെ താഴേക്കിടയിൽ തന്നെ ഉദ്ദേശിക്കുന്നത്. ചിലർക്ക് നമുക്കിപ്പം 2000-3000 കൊടുത്തിട്ടൊന്നും ചിലപ്പം കസ്റ്റമൈസ് ചെയ്ത് ഡ്രസ്സ് ഇടാൻ നമുക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പം 1000-ൽ താഴെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കിട്ടണം. നമ്മളുടേതായിട്ടൊരു യൂണിക്നെസ് വേണമെന്ന്
ആഗ്രഹിക്കുന്നവർ, അങ്ങനെ അവരുടെ അടുത്തിലേക്ക് എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നിരന്തരം ഈ മേഖലയിൽ ചെയ്തു പോകുന്ന ചില മിസ്റ്റേക്സുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ്